അങ്ങനെ ചലഞ്ചിങ് ടാസ്കിലെ ദിവസം 1 അവസാനിച്ചിരിക്കുകയാണ്. ഒരു പ്രാങ്ക് കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു അടിയാണ് ഇന്ന് നടന്നത്. ഋഷി കലി തുള്ളി നിൽക്കുവാണ്. ആർക്കെതിരെ? നന്ദനയ്ക്കെതിരെ. സാബു ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മളൊന്ന് പ്രൊമോയിൽ കണ്ടതുപോലെ അവസാനം കളി കാര്യമായി, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. ഋഷിയും അപ്സരയും കൂടി ഭയങ്കരമായ അടി. അതിൻ്റെ ഇടയിൽ വന്ന് നന്ദന പെടുന്നു. നന്ദനയും ഋഷിയും കൂടെ യമണ്ടൻ അടി. ഋഷിയുടെ ഓരോ പോയിന്റുകൾ എടുത്ത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായ അടി. നോറയുടെ പ്രൊവോക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പ്രാങ്ക് തുടങ്ങിയത്. പക്ഷെ അവസാനം വീട്ടുകാർ തമ്മിൽ തല്ലി ഋഷി പേഴ്സണൽ ഗ്രഡ്ജിങ് കയറ്റിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബുള്ളി ഗ്യാങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പവർ റൂമിലുള്ള നോറ, അൻസിബ, റസ്മിൻ, അഭിഷേക്, ഇവർ ബുള്ളി ഗ്യാങ്. തമിഴ് ബിഗ് ബോസിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ബുള്ളി ഗ്യാങ് എന്ന് പേര് വീണു. അവസാനം എല്ലാവരെയും മണ്ടേ കയറാൻ പോയി ബുള്ളി ഗ്യാങ് എന്ന് പേരായി. ഇവർക്കും അങ്ങനെ തന്നെ പേരാവും, ബുള്ളി ഗ്യാങ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം സാബു നേരെ ബാത്റൂമിൽ നമ്മുടെ നോറയുടെ ഫേവറേറ്റ് ക്യാമറ ഉണ്ടല്ലോ അവിടെ പോയി നിൽക്കുന്നു. നോറയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാങ്ക് കൊടുക്കും പോലെ ഞാൻ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ടീം, അതായത് ഈ പറയുന്ന ടണൽ ടീമിനൊരു സംഭവം കൊടുത്താലോ ബിഗ് ബോസെ, ഓക്കെ ആണെങ്കിൽ ക്യാമറ അങ്ങനെ ആക്കുന്നു. സാബു നേരെ നമ്മുടെ ടണൽ ടീമിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്സര, ശരണ്യ, സായി, നന്ദന ഇവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു പ്രാങ്ക് തരാൻ പോവാണ്. നിങ്ങൾ നോറയെ പ്രൊവോക്ക് ചെയ്യണം. എങ്ങനെ പ്രൊവോക്ക് ചെയ്യണം? കുറച്ച് നേരം മുമ്പ് നോറയൊക്കെ ഒന്ന് നിങ്ങൾക്ക് വാണിംഗ് തന്നില്ലേ, അത് മനഃപൂർവ്വം നിങ്ങളുടെ ടീം ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോറ പോയി ആളുകളെ, പവർ റൂമിലുള്ള ആളുകളെ ഏഷ്യന് കയറ്റി തിരിച്ചതാണ് എന്നുള്ള ലെവലിൽ നിങ്ങൾ സംസാരിച്ച് നിങ്ങളെ വഷളാക്കണം. ഇതിപ്പം നിങ്ങൾ തുടങ്ങേണ്ട. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളിവിടെ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് ആകെ മൊത്തം പ്രശ്നങ്ങളാക്കിക്കോ. അപ്പം ഞാൻ പോയി അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും. നിങ്ങൾ എനിക്ക് ഒരു ശല്യമായിട്ട് മാറുന്നുണ്ടെന്ന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമ്പം അവർ വീണ്ടും നിങ്ങളുടെ മണ്ടയിലോട്ട് ചാടി വരും. അപ്പം നിങ്ങൾ എടുത്തിട്ട് റിയാക്ട് ചെയ്താൽ അത് നോറ പ്രൊവോക്ഡ് ആയിരിക്കണം. അതാണ് പ്രാങ്ക്. ഓക്കെ, ഇത് കഴിയുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവർ പാട്ടും കൂത്തും ഡാൻസും മേളമൊക്കെ ആയിട്ട് സായി, ശരണ്യ, നന്ദന, അപ്സര ഇവർ 4 പേരും കൂടെ കുറേ നേരം പാട്ടാണ്. അപ്പോൾ അവസാനം സാബു ആണല്ലോ ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ. സാബു നേരെ നോറയിലേക്ക് പോകുമ്പോൾ കംപ്ലൈൻറ്റ് പറയാണ്. ഭയങ്കര ബഹളം എന്നുള്ള കംപ്ലൈൻറ്റ് പറയുന്നു. കൊണ്ടിളവുന്നു. പവർ റൂം ഫുൾ കൊണ്ടിളവി വന്ന് ഇവരെ ഗാർഡൻ ഏരിയയിൽ വിളിച്ചുകൊണ്ടെന്ന് നിങ്ങളെ ഇപ്പോൾ ഗസ്റ്റ് നേരിട്ട് കംപ്ലൈൻറ്റ് തന്നിരിക്കുകയാണ്. നിങ്ങളെ പിരിച്ചുവിടാനൊന്നും പോകുന്നില്ല, ഇനി ഇത് പറ്റത്തില്ല, ഇതിപ്പോൾ 2ാമത്തെ തവണയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മേളിൽ അങ്ങ് ഷൗട്ട് ചെയ്യുന്നു. ഷൗട്ട് ആകുമ്പോൾ ഇവർ തിരിച്ചു കയറിയിട്ട് നമ്മുടെ സാബു പറഞ്ഞതുപോലെ നോറ നേരത്തെ മനഃപൂർവ്വം ചെയ്താണ്, ടാർഗറ്റ് ചെയ്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കരമായ അടി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരെ എടുത്ത് പറയുന്നില്ല, ഭയങ്കരമായ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നു. ഇതിനിടയിൽ കൂടി നോറയെ മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ, പറയുമ്പോൾ എല്ലാവരെയും പറയണം. പറയുന്നതിനിടയിൽ കൂടെ ഋഷിയും അപ്സരയും കൂടെ കയറി കൊരുക്കുന്നു. എടി നീ ഇവിടെ കാണിക്കുന്ന അഭിനയമാണ് അഭിനയം. ഓ, നീ പിന്നെ അഭിനയിക്കുന്നില്ലല്ലോ, നിനക്ക് പിന്നെ അഭിനയിക്കാൻ അറിയത്തേ ഇല്ലല്ലോ, അപ്സര പറയുന്നു. നന്ദൻ അതിൻ്റെ ഇടയ്ക്ക് അറിയുന്നു. ഋഷി ചേട്ടൻ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയും. നീ ഇതിനിടെ കയറി വരണം നന്ദന. പക്ഷെ നന്ദന കേൾക്കുന്നില്ല. നന്ദനയും കൂടെ ആയിട്ട് ഇതാവുന്നു. അഭിഷേകാണെങ്കിൽ അലറക്കവും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആരും അറിയുന്നില്ല പ്രാങ്കാണെന്ന്. ഇത് അടിയായി അപ്സരയും ഋഷിയും കൂടെ ഭയങ്കരമായ അടിയാവുന്നു. നീ ഇവിടെ അഭിനയിക്കുന്നില്ലല്ലോ എന്ന് ഋഷിയുടെ അടുത്ത് അപ്സര പറഞ്ഞത്. അപ്പം ഞാനിവിടെ അഭിനയിക്കുകയാണോ ചെയ്യുന്നത്? എടി നിന്റെ ഈ വളിച്ച മോന്ത, നിന്റെ വളിച്ച ചിരി, നിന്റെ ഈ കൊഞ്ഞണം കുത്തക്കം, നിന്റെ നാടകം, നിന്റെ കരച്ചില്, ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടോ? അപ്സരെ വലിച്ചു കീറുന്നത്. അപ്സരെ പറയാനിനി ഒന്നുമില്ല. ഋഷി അറിയാമല്ലോ, ഗ്രഡ്ജ് കയറി കഴിഞ്ഞാൽ ഋഷി അവരെ പറയാനുള്ളതിൻ്റെ അങ്ങേ അറ്റം വരെ ഋഷി പറയും. അത് ഋഷിയുടെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ തുടക്കം മുതലേ കണ്ടിട്ടുള്ളതാണ്. ആരുടെ മേളിലായാലും ഋഷിക്ക് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഋഷി വായി തോന്നുന്ന വെല്ലും ബ്രേക്കും ഇല്ലാത്തവണക്ക് അങ്ങ് പറയും. അപ്സര കേട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അതെ ഞാൻ തന്നെ. പക്ഷെ പിന്നെ നിന്നെ മാത്രമല്ല, എനിക്ക് ആ നന്ദനെ പറയാനുണ്ട്. ആര്? നമ്മുടെ ഋഷി പറയുന്നു. നന്ദന ചാടും എന്നിട്ട് പറയാമെന്നുണ്ടല്ലോ, എൻ്റെ വായി നിൽക്കാൻ നിങ്ങൾ നല്ലപോലെ കേൾക്കും. നന്ദന ശരി വരെ കൊടുക്കുന്നു. 2 പേരുടെ അങ്ങോട്ടും കൂടെ ഭയങ്കരമായിട്ടുള്ള വഴക്കാവുന്നു. അയ്യോ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ അപ്പോൾ ഭയങ്കര പ്രശ്നമാവുന്നു, ഭയങ്കര വഴക്കാവുന്നു. ഇവർ വഴക്ക് നടന്ന് ഇത് വേറെ ലെവലിലേക്ക് പോവാണ്. അപ്പോഴുണ്ട് ജാസ്മിൻ വന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനോടെ ഇരിക്കുന്നത്? നീ ആദ്യം കയറിപ്പോ. അപ്പം എൻ്റെ പണി ഇവിടെ ഹൗസ് കീപ്പിംഗ് ആണ്, എനിക്കത് കഴിഞ്ഞു. അത് കഴിഞ്ഞല്ലോ, റൂം സർവീസാണ്, നമുക്കത് കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ വേറൊരു ഉടക്ക്. അപ്പം നന്ദന പോയി സിജോ അടുത്ത് പറയാം. അപ്പം ജാസ്മിൻ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സിജോ, ഇവളെ ഒരു വിഷമാണ്, ഇവളെ വിഷം. ഈ നോറയുടെ മണ്ട്. പക്ഷെ നോറ പ്രൊവോക്ഡ് ആവണില്ല. കാരണം
പ്രൊവോക്കഡെ കരഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ ഗെയിം എല്ലാം തീർന്നു പോകും. കാരണം സിജോ വന്ന് ഇളക്കി വിട്ടിട്ട് നോറയ്ക്ക് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല, നോറയുടെ ഗെയിം തീർന്നിരിക്കുകയാണല്ലോ. അങ്ങനെ അവസാനം ബസർ അടിക്കുന്നു. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ഋഷി പറയണം, ബിഗ് ബോസ് ബസർ ഒന്നും ഇവിടെ അടിക്കണ്ട, ബസർ അടിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ കണക്ക് തന്നെ, അതുകൊണ്ട് ബസർ അടിച്ച് നിങ്ങൾ ഒന്നും പറയേണ്ട, ഇവിടെ ഉള്ളവർ കേൾക്കത്തില്ല. അങ്ങനെ എല്ലാവരും അപ്പം ബസർ അടിക്കുമ്പോൾ സാബു എന്ന് പറയുന്നു ഇത് പ്രാങ്ക് ആയിരുന്നു. പക്ഷേ ഇല്ല, ഇത് പ്രാങ്കോ ക്രൂങ്കോ, നന്ദനയ്ക്ക് നോറ എടുത്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ നോറ എടുത്താക്കണം, എൻ്റെ അടുത്ത് എന്തിനു വന്നത്, എന്നെ എന്തിനു അപ്സര അങ്ങനെ പറഞ്ഞത്. ഋഷി വിടുന്നില്ല, ഋഷി ആ കേസ് തന്നെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു, പോയിന്റ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുകയാണ്. പോയിന്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെസ്റ്റിന് 100 പോയിന്റ്, സാവ് പോയിന്റുകൾ കൊടുക്കുന്നു. നെസ്റ്റിന് 100 പോയിന്റ്, ഡെന്നിന് 110 പോയിന്റ്, ടണലിന് 100 പോയിന്റ്. അതായത് കോയിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയിട്ടുള്ളത് ഡെന്നിനാണ്. അപ്പോൾ അവരെ 2 പോയിന്റ് കിട്ടിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നെസ്റ്റിനും ടണലിനും 100 പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഓരോ പോയിന്റ് വെച്ച്, അപ്പോൾ ചലഞ്ചിങ് ടാസ്ക് ഡേ 1 അവസാനിക്കുമ്പോഴത്തേക്കും ഡെന്നാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഡെൻ എന്ന് പറയുമ്പം ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ജിൻഡോയുടെയും ടീം അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരിതിനകത്ത് ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരുന്നു. ഇന്നത്തെ ടാസ്കിൽ മിണ്ടാതിരുന്നത് അവരാണ്. ഒരു അക്ഷരം കമാഷിമ മിണ്ടിൽ അവർ ആഹാരം ഉണ്ടാക്കുന്നു, കൊണ്ട് കൊടുക്കുന്നു. ഇത്രയെങ്കിലും ആക്റ്റീവായിട്ട് കണ്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റും ആക്റ്റീവ് ആയിരുന്നില്ല. ഈ പറയുന്ന പോലെ ആ സെക്യൂരിറ്റി ശ്രീരേഖ മാത്രം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ടണലായിരുന്നു കണ്ടന്റ് പോസിറ്റീവോ നെഗറ്റീവോ എന്തായി കഴിഞ്ഞാലും ടണൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. പാട്ടും കൂത്തും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ടണൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ അവർക്ക് 100 പോയിന്റേ കിട്ടിയുള്ളൂ. മിണ്ടാതിരുന്ന ഡെന്നിന് 110 പോയിന്റും കിട്ടി. ഇതിന് ശേഷം വീടിനകത്ത് ഈ പറയുന്ന പോലെ ഋഷി ആ ഗ്രഡ്ജ് വിടാൻ തയ്യാറല്ല. ഋഷി അങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷേ ഈ സംഭവമല്ല, സാബ് പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും അല്ല കത്തിച്ച് വിട്ടത്, ഞാൻ ജസ്റ്റ് നോറയെ പ്രൊവോക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. നോറ ഇതേസമയം പവർ റൂമിനടുത്ത് ഞാൻ പ്രൊവോക്ക് ആവത്തില്ല, എന്തിനാണ് ഞാൻ പ്രൊവോക്ക് ആവണേ, എന്നെ ആക്കാൻ നോക്കിയിട്ട് ഞാൻ ആയോ. അപ്പോൾ സിജോ മറുവശത്തിൽ നിന്ന് അഭിഷേകിൻ്റെ പറയുന്നു അവൾ പ്രൊവോക്ക് ആവൂല, കാരണം അവൾക്കറിയാം അവൾ പ്രൊവോക്കായി കരഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകും എന്ന് അവൾക്കറിയാം. അപ്പോൾ പുറത്ത് പോകരുത് എന്നവൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവളുടെ കുറേ കള്ളത്തരം ഞാൻ ഇവിടെ ഓൾറെഡി പൊളിച്ചു വെച്ചല്ലോ, സിജോ പൊളിച്ചു. ആ കുറേ കള്ളത്തരം ഞാൻ പൊളിച്ചു വെച്ചതുകൊണ്ട് അവൾക്ക് ഇനി ഇവിടെ നാടാൻ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവൾ ഭയങ്കര ധൈര്യശാലിയാണ്, അവൾ ഹീലായി, ഭയങ്കര ബോൾഡ് ലേഡി ആയെന്നൊക്കെ എല്ലാവരും കരുതുന്നത്. അല്ല, ഇവൾ ഇനി പഴയതുപോലെ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്ന ഇവളുടെ ഗെയിം പൊളിയും. അപ്പോൾ അവൾ ഗെയിം നേരെ മാറ്റി പിടിച്ച് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇവളുടെ ഒരു പരിപാടി ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഋഷി നന്ദനയും കൂടെ ആയിട്ടുള്ള അടി കാണുമായിരുന്നു. അപ്സരയും ഋഷിയും കൂടെയാണ് അടി ഉണ്ടാക്കിയെങ്കിൽ അവസാനം അടി വന്ന് ഋഷിയും ഈ പറയുന്ന നന്ദനയും കൂടി ആവുന്നു. ഭയങ്കര യമണ്ടൻ അടി, ഭീകര അടി. പ്രാങ്കാണെങ്കിലും കളി അവസാനം കാര്യമായി ഭയങ്കരമായിട്ടുള്ള അടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ പ്രൊമോ വരട്ടെ. അടുത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറിയൊന്നോ ഞാൻ കൺഫേംഡ് ആയിട്ട് അറിഞ്ഞിട്ടില്ല. ശ്വേതയുടെ പേര് ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു 80% അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പ്രൊമോ വരും. ഇന്ന് രാത്രിയിലത്തെ പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.